യൂത്ത് കോൺഗ്രസ് വയനാട് ഫണ്ട് തട്ടിപ്പിൽ പോലീസിന് മുന്നിൽ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് പരാതി. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിച്ച് ദുരിതാശ്വാസ ഫണ്ട് തട്ടിച്ച നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നാണ് കാട്ടാക്കട സ്വദേശി ഷഹീർ പരാതിയിൽ പറയുന്നത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു നൽകാൻ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പണപ്പിരിവിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാട്ടാക്കട സ്വദേശി ഷഹീർ പോലീസിന് നൽകിയ പരാതി. കാട്ടാക്കടയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിരിയാണി ചലഞ്ചും പായസ ചലഞ്ചും നടത്തിയിരുന്നു. ഈ പണം കാട്ടാക്കട നിയോജകമണ്ഡലം ഭാരവാഹികൾ വെട്ടിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതിപ്പെട്ടിരുന്നു. KPCC നേതൃത്വത്തിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും നൽകിയ പരാതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാരൻ ഷഹീറിന്റെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി SD അനീഷ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമൻ ഷജീർ, കാട്ടാക്കട നിയോജകമണ്ഡലം സെക്രട്ടറി അനന്തസുബ്രഹ്മണ്യം, നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡാനിയൽ പാപ്പനം എന്നിവർക്കെതിരെയാണ് പരാതി. സണ്ണി ജോസഫിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ നൽകിയ പരാതിയുടെ പകർപ്പും ഷഹീർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 25 കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയെന്നും ഒരു ബിരിയാണിക്ക് 125 രൂപ നിരക്കിൽ 1200 ബിരിയാണികൾ വിറ്റഴിച്ചെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഈ പണം നേതാക്കളുടെ കീശയിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും ഷഹീറിന്റെ പരാതിയിൽ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.